ശാരീരിക പരിമിതികളെ മറികടന്ന് പഞ്ചാരിമേളത്തിൽ പയ്യന്നൂർ MRCD സ്കൂളിലെ കുട്ടികൾ കൊട്ടിക്കയറിയപ്പോൾ അത് കണ്ടുനിൽക്കുന്നവരുടെ മനസ്സ് നിറക്കുന്നതായി. സുധീർ പയ്യന്നൂരാണ് 4 പെൺകുട്ടികളടക്കം 14 കുട്ടികളെ പരിശീലിപ്പിച്ചത്. പയ്യന്നൂർ MRCDയിലെ 14 കുട്ടികളാണ് ഇന്ന് പഞ്ചാരി മേളത്തിൽ ഇവിടെ അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത്. അവരെ അതിന് യോഗ്യനാക്കാൻ വേണ്ടിയിട്ട് ഗുരു എനിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. പയ്യന്നൂർ സുധി, നമസ്കാരം സർ. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ കുട്ടികളെ എത്ര കാലം കൊണ്ടാണ് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയത്? ശരിക്കും 1 വർഷം മുമ്പ് തുടങ്ങിയൊരു ഉദ്യമമാണ്. നമ്മളെ കൊക്കാശ്ശേരി മടത്തുംപടി ക്ഷേത്രത്തിൻ്റെ ഉത്സവ ഭാഗമായിട്ട് എൻ്റെ ഗുരുനാഥൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി വാരാർ വന്ന സമയത്ത് നമ്മളെ ഫോക്ക്ലാൻഡ് ചെയർമാനും ഡോക്ടർ VC രവീന്ദ്രൻ സാറും കൂടിയിട്ട് ഡോക്ടറെ കുട്ടികളെ കാണാൻ MRCDയിലേക്കൊന്ന് വരണമെന്ന് അപേക്ഷ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു മേളപ്പെരുക്കം കൂടി കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനടക്കം റിട്ടയർഡ് കലാമണ്ഡലം പ്രിൻസിപ്പൽ ഉണ്ണീഷേട്ടനടക്കം മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറ് അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അതെനിക്ക് വെള്ളിനരിയാണ്ട് എല്ലാം ഞങ്ങളെ ഫുൾ ടീം വന്നിട്ട് ഒരു മേളപ്പെരുക്കം കുട്ടികൾക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് MRCDക്ക് നൽകി. അതിൻ്റെ വാർഷികത്തിനും ആശാൻ പങ്കെടുത്തു. അതിൽ ഇവർ കുട്ടികൾ ബാൻഡ് ചെയ്തിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. ഈ ശങ്കരേട്ടൻ സ്വീകരിച്ചത് കുട്ടികൾ തന്നെ. അപ്പോൾ അങ്ങനെ ആ മേളപ്പെരുക്കം കഴിഞ്ഞപ്പോൾ ഒരു ചെണ്ട പഠിക്കണമെന്നൊരു ആഗ്രഹം ആശാൻ്റെ മുമ്പിൽ ഇവർ വെച്ചു. അപ്പോൾ അതിന് ആശാൻ പൂർണ്ണ സമ്മതമായിട്ട് ചെയ്തു തരാമെന്നും പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നേരം തന്നെ പയ്യന്നൂർ സുധീന ഞാൻ ഇത് ചുമതല ഏൽപ്പിക്കുന്ന ആശാൻ ഒന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ചുമതല എന്നിലേക്ക് എത്തുന്നത്. അതെ, MRCDയിലെ കുട്ടികളെ കുറിച്ച് നമുക്കറിയാം. അവർ ബാൻഡ് മേളത്തിലൊക്കെ നേരത്തെ തന്നെ കഴിവ് തെളിയിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു താളം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഇതിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അത് ആ ഒരു ബാൻഡിൻ്റെ താളം അവർക്ക് ചെണ്ട പഠിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ ആ ബാൻഡ് പഠനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരുടെ മനസ്സിലും ഒരു ഹൃദയതാളമുണ്ട്. പക്ഷെ ആ ഹൃദയതാളത്തിന് അതീതമായിട്ടാണ് ചെണ്ട എന്ന വിഷയത്തിൻ്റെ താളം. ഒന്ന് അതിൽ നിന്ന് താഴേക്ക് പോകണം, ഒന്ന് ഇതിൽ നിന്ന് മുകളിലേക്ക് പോകണം. ഹൃദയതാളത്തിൻ്റെ ഒരു ബൈറ്റ് നമ്മളെല്ലാവരും മനസ്സിലുണ്ട്. അത് എനിക്ക് ഈ കുട്ടിയെ കൊണ്ട്. അപ്പോൾ അതിന് ഈ ചെണ്ടേൻ്റെ വിഷയം പ്രാപ്തമാക്കാൻ എനിക്ക് കുറച്ച് എളുപ്പമായി. പക്ഷെ അതേ കണക്ക് ഈ നമ്മളെ ചെണ്ടേൻ്റെ താളത്തിലേക്ക് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പഞ്ചാരി മേളത്തിൻ്റെ 5ാം കാലമാണ്. ആ 5ാം കാലം പ്രാപ്തമാക്കി എടുക്കുമ്പോൾ സാധാരണ രീതിയിലൊരു ക്ലാസിക്കൽ സ്റ്റൈലിൽ അത് ഈ കുട്ടിക്ക് വഴങ്ങില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ആശാനായിട്ടുള്ള ഡിസ്കഷനിൽ നീ അതിനെ പുതിയതായി ഒരു ട്യൂണിങ് നടത്തിയിട്ട് അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഞ്ചാരി 5ാം കാലത്തിന് ഒന്ന് ഡൈവേർഷനായിട്ട് 5ാം കാലത്തിൽ ഊന്നിക്കൊണ്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷനായിട്ട് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി. ആ മൊഡ്യൂളാണ് കുട്ടികളെ പഠിപ്പിച്ചെടുത്തത്. അപ്പോൾ ഇതിനു മുന്നേയും ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ഒരു പാരമ്പര്യം ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ അതിൽ നിന്ന് എന്തായിരുന്നു വ്യത്യസ്തമായിട്ട് എത്രത്തോളമായിരുന്നു എഫേർട്ട് എടുക്കേണ്ടി വന്നിരുന്നത്? അതായത് സാധാരണ ഒരു കുട്ടികൾക്ക് എനിക്ക് വായ്ത്താരി ചൊല്ലി കൊടുത്താൽ അത് പഠിപ്പിച്ച് അവർ വേഗം എടുക്കും. പിന്നെ അതെന്നെ കയ്യിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവരെ സംബന്ധിച്ച് ഒരു വായ്ത്താരി ഒരു അക്ഷരം പോലും പറയാൻ അവരെ വിഷയങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ വായ്ത്താരി എത്തൂല. അപ്പോൾ ഒന്നിക്കൽ ഈ താളത്തിൽ തുടങ്ങി താളത്തിൽ അവസാനിക്കണം. ആ ഒരു ഗമകം കിട്ടുന്ന ഒരു രീതിയിലൊരു വായ്ത്താരി അവരെ കൊണ്ട് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അവരെ എങ്ങനെ വഴങ്ങോ അതേ കണക്ക് അവരിലേക്ക് ചേർന്നു. പിന്നെ ആ പഠനത്തിന് വേണ്ടി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരടുത്ത് ഇവർക്ക് എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ടീച്ചർ മുഖേന പഠിച്ചെടുത്ത് ആ ടീച്ചർമാരെയും കൂടെ ഉൾപ്പെടുത്തി അവരെയും കൂടെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഈ കുട്ടികളിലേക്ക് ഈ വിഷയം എത്തിച്ചത്. അപ്പോൾ കുട്ടികൾ എന്നെ ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ അവരെ പെരുമാറ്റത്തിലൊക്കെ ആ ഇഷ്ടത്തിലൂടെ അവരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരിലേക്ക് ചേർന്ന് അവരെ താളത്തിനനുസരിച്ച് ഞാൻ പഠിപ്പിച്ചു. അതെ, മറ്റു കുട്ടികളെക്കാൾ ഇവരും അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ളവരാണ്. അപ്പോൾ അവരുടെ കഴിവ് തിരിച്ചറിയാൻ വേണ്ടി ഇവിടുത്തെ ടീച്ചേഴ്സ് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവരെ പഠിപ്പിച്ച് വന്നപ്പം എന്തൊക്കെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഈ കുട്ടികളുടെ? തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കുമ്പം ഈ ഓരോ ടീച്ചർ ഓരോ നോട്ടത്തിലും അവരൊരു ആക്ഷനിൽ വരെ ഇവർക്ക് ഓരോ പാഠങ്ങൾ പകർന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് എടുക്കുന്നതിനിടയ്ക്ക് തന്നെ ടീച്ചർ വന്നിട്ട് ഇടപെടുമ്പം അവർ വർത്തമാനം പറയുന്നുമുണ്ട്. അവർ വന്ന് ഒരു നോക്കും. അപ്പോൾ അതെല്ലാം എനിക്കും അവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് പറയാൻ തന്നെ ഇന്നിപ്പം നിങ്ങൾ മേളം ഇവിടെ വീഴ്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ആശയവിനിമയം നോക്കിലൂടെയും ആ ഒരു സ്റ്റൈലിലും വർത്തമാനം പറയാതെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിലും
അത് ഈ ടീച്ചർമാർ മുഖേന ഇവർ നല്ലോണം സ്വായത്തമാക്കിയിട്ടുണ്ട്. അത് ടീച്ചർമാരെ സമ്മതിക്കേണ്ട വിഷയമാണ്. അതെ, അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കുട്ടികൾ ഏറ്റവും നന്നായി അത് പഠിച്ചെടുത്തിട്ടുണ്ട് അല്ലേ? സാധാരണ ഒരു 6 മാസം 7 മാസക്കാലമാണ് ഒരു മേളം പഠിച്ചെടുക്കാൻ സ്വതവേ എടുക്കുന്നത്. അതേപോലെ തന്നെ എനിക്കിവിടെ ആഴ്ചക്ക് 2-3 ദിവസം മാത്രമേ കുട്ടികളെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ആഴ്ചക്ക് 2-3 ദിവസം കൊണ്ട് ഒരു 6 മാസക്കാലത്തിനുള്ളിൽ എത്ര ദിവസം ഉണ്ടാകുന്ന കണക്കാക്കി. അപ്പോൾ അതിനിടയിൽ 1 മണിക്കൂറിനുള്ളിൽ 1.5-3 മണിക്കൂർ അപ്പോഴേക്കും അവർക്ക് ക്ഷീണം, പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്ക് ഓരോരാൾക്ക് അവരവരായ ശാരീരിക വിഷമം കാണിക്കും. അപ്പോൾ അവർ കൊട്ട് നിർത്തിയിട്ട് പോയി ഇരുന്നിട്ട് കയ്യും കാലെല്ലാം നിർത്തി ഇങ്ങനെ ചില കുട്ടികൾ കമിഞ്ഞ് കിടക്കും. അങ്ങനെ ശാരീരികമായ പ്രയാസങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ ക്ലാസ് നിർത്തും. അപ്പോൾ അങ്ങനെ ഈ 1 മണിക്കൂർ തേച്ച് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അത്രയും ചെറിയ വളരെ ദിനം പ്രതി നോക്കാൻ ശരിക്കും ഒരു 15-18 ദിവസത്തെ തുടർച്ചയായ അഭ്യാസം മാത്രമേ ആ ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടിയില്ല. ശാരീരിക പരിമിതികൾ ഏറെയുണ്ടെങ്കിലും അതിനെയൊക്കെ മാറ്റി നിർത്തി അധ്യാപകന്റെ കരുത്തിൽ ഈ കുട്ടികൾ ഇവിടെ നേടിയെടുത്തത് ചെറിയൊരു ദൗത്യമല്ല. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.